ഞാൻ ജോലി കിട്ടുന്നതിന് മുമ്പ് തന്നെ, അതായത് 98-ലാണ് ഞാൻ ഈ സിസ്റ്റത്തിൽ വരുന്നത്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറിൻ്റെ ഹസ്ബൻഡിൻ്റെ ദേഷ്യം കുറയ്ക്കാൻ ആ ടീച്ചർ ഈ സിസ്റ്റത്തിൽ വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് സജീനയും വാ, നല്ലൊരു സിസ്റ്റമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊല്ലത്തുള്ള ജഗദീഷ് ഡോക്ടർ വഴിയാണ് ഞാൻ ഈ സിസ്റ്റത്തിൽ വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. നമുക്കൊരു അച്ചടക്കമുണ്ടാകും ജീവിതത്തിൽ. ഈ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ ആവും. അച്ചടക്കമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പോൾ രാവിലെ കൃത്യമായൊരു സമയത്ത് നമ്മൾ എഴുന്നേൽക്കുന്നു. നമുക്ക് ഒരു ടൈം പോലും നമുക്ക് ലാഗ് ചെയ്യാനില്ല. രാവിലെ എഴുന്നേൽക്കുന്നു, വേഗമാണ്. രാവിലെ ഫസ്റ്റിലെ എഴുന്നേറ്റാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ സെൽഫുമായി കണക്ട് ചെയ്യുന്നു. കുറേ നേരം നമ്മൾ സെൽഫുമായി കണക്ട് ചെയ്തിരിക്കുമ്പോൾ നമുക്കൊരു ഡിവൈൻ എനർജി നമ്മളിൽ ഉണ്ടാകുകയാണ്. ആ ഡിവൈൻ എനർജി എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഡേക്കുള്ള എനർജിയാണ് നമ്മൾ അബ്സോർബ് ചെയ്യുന്നത്. രാവിലെ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ട പോലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. നമുക്ക് ഇന്ന് എന്ത് ചെയ്യണം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരിക്കണം എന്ന് നമ്മൾ ലാഗ് വരുന്നില്ല. ഉള്ളത് കൊണ്ട് വളരെ വേഗം നമ്മൾ ജോലികൾ ചെയ്ത് തീർക്കും. കാരണം ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പം നമ്മൾ ഫിസിക്കലിയും കൂടി ഫിറ്റ് ആവണമല്ലോ അല്ലേ? നമ്മൾ മെന്റൽ ഫിറ്റ്നസിനൊപ്പം ഫിസിക്കലിയും കൂടി ഫിറ്റ് ആവണം. അപ്പോൾ അതും കൂടി ഇതിന്റെ കൂടെ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ മെഡിറ്റേഷൻ്റെ പേര് ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ എന്നാണ്. എന്ന് വെച്ചാൽ ഹൃദയം കേന്ദ്രീകരിച്ച് ജീവിക്കുക. നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ ഹൃദയത്തെ കേന്ദ്രീകരിച്ച് എങ്ങനെ ജീവിക്കാൻ പഠിക്കുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഹൃദയത്തെ കേന്ദ്രീകരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള സ്വാഭാവിക ഗുണങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ ക്രിയേറ്റ് ആവുകയാണ്. ഇപ്പം ഹൃദയത്തിൻ്റെ സ്വാഭാവിക ഗുണങ്ങളുമായി ജീവിക്കുമ്പോൾ നമ്മൾ അറിയാതെ അനുകമ്പ, സ്നേഹം, ക്ഷമ, സത്യസന്ധത, സംതൃപ്തി, എല്ലാത്തിലും ഒരു സംതൃപ്തമായ ഒരു അവസ്ഥ നമുക്കുണ്ടാകും. അപ്പോൾ മനസ്സ് ശാന്തമാകും. ഇപ്പം നമുക്ക് എപ്പോഴും നമ്മളോട് ഹൃദയം സംവദിച്ചുകൊണ്ടേയിരിക്കുക. പക്ഷെ നമ്മൾ ഹൃദയത്തിൻ്റെ സംവാദം അറിയാത്തത് പ്രക്ഷുബ്ധമായ മനസ്സായതുകൊണ്ടാണ്. അപ്പം പ്രക്ഷുബ്ധമായ മനസ്സിനെ ശാന്തമാക്കുന്ന വളരെ ലളിതവും പ്രായോഗികവുമായിട്ടുള്ള ഒരു പരിശീലന ക്രമമാണ് നമ്മുടെ ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ. എങ്ങനെ ഹൃദയം കൊണ്ട് ജീവിക്കാം. പക്ഷേ ഹൃദയം കൊണ്ട് ജീവിക്കണമെങ്കിൽ മനസ്സിനെ ശാന്തമാക്കണം. ഇവിടെ മനസ്സിനെ റെഗുലേറ്റ് ചെയ്യുന്ന, മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന വളരെ ലളിതമായ ഒരു പരിശീലന ക്രമം. വെറുതെ കണ്ണടയ്ക്കുക, ഉള്ളിലോട്ട് നോക്കിയിരിക്കുക, വരുന്ന ചിന്തകളെ അവഗണിക്കുക. നമ്മുടെ വീട്ടിനുള്ളിലിരുന്ന് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് എവിടെ ഇരുന്നു കൊണ്ടും യാതൊരു കണ്ടീഷനുമില്ല, അൺകണ്ടീഷണലാണ് ഇവിടുത്തെ ഓരോ ഇതും. ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അടിച്ചേൽപ്പിക്കുന്നില്ല. അപ്പം വളരെ വെറുതെ ഇരിക്കാൻ പഠിപ്പിക്കുന്നു. വെറുതെ കണ്ണടച്ച് ഉള്ളിലോട്ട് നോക്കിയിരിക്കുന്നു, ചിന്തകളെ അവഗണിക്കുന്നു. അപ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ആ എനർജി നമുക്ക് വാക്കുകൾ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ 2025 ചുരുക്കി പറയാം, 2025 ഈ 25 ആയപ്പോഴത്തേക്ക് എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് സെക്രട്ടേറിയറ്റ് ജോലി കിട്ടി. ഇന്ന് ആ സെക്രട്ടേറിയറ്റിൽ ഏകദേശം 2500-ലധികം ആൾക്കാർ ഈ സിറ്റിംഗ് എടുത്തിട്ടുണ്ട്. ഈ മെഡിറ്റേഷൻ ഞാൻ 2017-ലാണ് ട്രെയിനറായത്. ഇപ്പം അവിടെ അണ്ടർ സെക്രട്ടറി മുതൽ, അതായത് അസിസ്റ്റൻ്റ് മുതൽ അഡീഷണൽ സെക്രട്ടറി വരെയുള്ള ആൾക്കാർ അവിടെ ഒരു റൂമുണ്ട്. ആ റൂമിൽ വന്നിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നു. രാവിലെ ഉണ്ട്, ഉച്ചയ്ക്കുണ്ട്, വൈകുന്നേരമുണ്ട്. അവരുടെ ജോലി വളരെ ഈസി ആക്കുന്നു. വളരെ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടാകുന്നു. നമുക്ക് സ്ട്രെസ് ഇല്ല, സ്ട്രെയിൻ ഇല്ല, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകുന്നു, സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാകുന്നു, സെൽഫ് ലവ് ഉണ്ടാകുന്നു, ഹ്യൂമിലിറ്റി ഉണ്ടാകുന്നു, അതുപോലെ ഹാർമണി ഉണ്ടാകുന്നു. അങ്ങനെ മെഡിറ്റേഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അനന്തമാണ്. നമുക്ക് എല്ലാ കാര്യത്തിലും സംതൃപ്തിയാണ്. ഒന്നിനെ കുറിച്ചും ഒരു ടെൻഷൻ ഇല്ല. അതല്ലേ നമുക്ക് വേണ്ടത്. പറയുമ്പോൾ തോന്നുന്നത് ചെറിയൊരു കാര്യമല്ല. കാരണം മനസ്സിനെ ഒന്ന് താളപ്പെടുത്തി ഹൃദയത്തെ കേൾക്കാന്ന് പറഞ്ഞാൽ ഇത്ര ഈസിയാണെന്ന് എനിക്ക് തോന്നില്ല. ഇവർ വർഷങ്ങളായിട്ട് ചെയ്യുന്നോണ്ടാണ് അല്ലേ മാം? അല്ലേ, കുറച്ച് ബുദ്ധിമുട്ടാണത്. എൻ്റെ പേര് വൃന്ദാവർമ്മ. ഞാൻ 2002-ലാണ് ഇതിൽ ജോയിൻ ചെയ്തത്. നാട് എറണാകുളം തൃപ്പൂണിത്തുറയാണ്. വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഇവിടെ സെറ്റിലായി. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ബാങ്കിലായിരുന്നു ജോലി. DM ആയിട്ട് റിട്ടയർ ചെയ്തു. അന്ന് 2002 തൊട്ടേ എൻ്റെ ഹസ്ബൻഡ് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ചേർന്നു. അങ്ങനെ ഞങ്ങൾ അന്ന് മുതൽക്കേ ഈ ഒരു സിസ്റ്റത്തിൽ പൂർണ്ണമായിട്ട് ഇൻവോൾവ്ഡ് ആണ്, ട്രെയിനറുമാണ്. ഒരുപാട് പേർക്ക് നമ്മളിങ്ങനെ ഇൻട്രൊഡക്ഷൻ കൊടുത്ത് അവരുടെ ശാന്തി സമാധാനം കാണുമ്പോൾ നമുക്കുള്ളതിനെക്കാട്ടിൽ
ഒരു സമാധാനമാണ് നമുക്ക്. പിന്നെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങളും പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടായേക്കാം, അതൊന്നും നമ്മൾ അറിയുന്നേ ഇല്ല. അതൊക്കെ ഓവർകം ചെയ്ത് ഈ ഒരു മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കുന്നു. ഈ പറഞ്ഞ പോലെ മെൻ്റലി ബാലൻസ്ഡ് ആകുന്നു, ശരിയായ ചിന്തയുണ്ടാകുന്നു, ശരിയായ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നു, അങ്ങനെ അപ്രോച്ചും സത്യസന്ധമായിട്ട് മാറുന്നു. മാഡത്തിന്റെ പേഴ്സണൽ ഒരു ഇത് ചോദിക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞു ദേഷ്യം കുറയ്ക്കാൻ വരുന്നവരുണ്ട് അല്ലെ, നമുക്കൊന്ന് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ, നമ്മളെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. മാമിന് ഇവിടെ വന്നിട്ട് പേഴ്സണലി എന്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റിയത്? ഇത് ധ്യാന പരിശീലനം എന്നാണല്ലോ, നമ്മൾ പരിശീലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ചെറിയ ചെറിയ നമുക്ക് പിറ്റ്ഫോളൊക്കെ ഉണ്ടാകാം, പക്ഷെ നമ്മൾ പെട്ടെന്ന് റിയലൈസ് ചെയ്യും. ഈ ഒരു സിസ്റ്റത്തിൽ ഒരു ക്ലീനിങ് എന്ന് പറഞ്ഞ റിജുവനേഷൻ പ്രോസസ്സ് ഉണ്ട്, അത് വളരെ ഹൈലി ഇഫക്റ്റീവാണ്. അത് നമ്മൾ ചെയ്ത് നമുക്ക് എന്താണോ അപാകത നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നമുക്ക് മാറ്റാൻ പറ്റും. എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ആരും ഇല്ല, അതുകൊണ്ട് ഞാനും പെർഫെക്റ്റ് ആയി എന്ന് ഞാൻ പറയുന്നില്ല. വി ആർ ഗോയിങ് ടുവേഴ്സ് പെർഫെക്ഷൻ, അതാണ്. അപ്പം അങ്ങനെ ഇതിൽ ഈ പറഞ്ഞാൽ ഈ ഒരു സിസ്റ്റത്തിൽ 2 കാര്യം വളരെ യുണീക്കാണ്. ഒന്ന് ട്രാൻസ്മിഷൻ, പ്രാണാഹുതി എന്ന് പറയും, അത് സോഴ്സിൽ നിന്ന് വരുന്നതാണ്, അത് ഇതിൽ മാത്രമേ ഉള്ളൂ. പിന്നെ കൂടാതെ ഈ ക്ലീനിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ്, അത് നമ്മുടെ എല്ലാ സംസ്കാരങ്ങൾ എന്ന് പറയും, നമ്മൾ എല്ലാ ഇമ്പ്യൂരിറ്റീസും നമുക്ക് തന്നെ ക്ലീൻ ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു സിസ്റ്റം. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ഈ സിസ്റ്റത്തിലുള്ളത്. അതാണ് കൂടുതൽ അട്രാക്റ്റീവ് ആയത് ഇതിലേക്ക്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ബുക്ക് എഴുതാനുള്ളതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി എന്തെങ്കിലും ചോദിച്ചാൽ പറയാം. ഞാൻ വരാം. ഓക്കെ.